ഹലോ, സമയം 1:07 രാത്രി. നമ്മൾ കൊടൈക്കനാൽ പോവില്ലേ ചക്കു? 1:07. ഞങ്ങൾ 3 പേരുണ്ട്. അത് ഓഫായി പോയി. 3 പേരുണ്ട് ഞങ്ങൾ. ഒരാൾ അടക്കുന്നുണ്ടാ. നാളെ രാവിലെ 9 മണിക്കാണ് മാപ്പിൽ കാണിക്കുന്നത് എത്തുന്നത് സമയം. നമ്മൾ അടിപൊളി ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ റിസോർട്ടിലായിരിക്കും നമ്മൾ പോകുന്നത്. നാളെ ഫുള്ള് സ്റ്റേയും ഡിന്നർ, ലഞ്ച്, ഫുഡ് എല്ലാം അടിച്ചുപൊളിയെല്ലാം അവിടെയാണ്. നമ്മൾ ആ റിസോർട്ടിലാണ്. കുറേ റിസർച്ച് ചെയ്ത് നമ്മൾ എടുത്ത റിസോർട്ടാണ്. ഓക്കെ, നമുക്ക് ബാക്കി അവിടെ കാണാം. AC തണുപ്പ് തേടുന്ന ഉറങ്ങുന്ന നോക്കി. നല്ല വൈബുണ്ട് കേട്ടോ, ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ പോകാനായിട്ട്. നല്ല രസമാണ് കേട്ടോ. മോള് വന്നതിന് ശേഷം വീണ്ടും കുറഞ്ഞിട്ടില്ല. നേരത്തെയും ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ മോള് വരുമ്പോഴും കുറഞ്ഞിട്ടില്ല. വീണ്ടും നമ്മൾ ട്രാവൽ ചെയ്യുവാണ്. അപ്പം എന്തായാലും പോയിട്ട് വരാം. ഫുൾ ടാങ്ക് പെട്രോൾ, സോറി ഡീസൽ. കൊടുങ്കാട്ടിക്കൂടെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. സമയം എന്റെ മോനെ, എന്ത് രസമാണ് നോക്കി ഇവിടെ കാണാൻ. ഇങ്ങനെ കിടക്കുക. ഇതൊന്നും നിനക്ക് കാണണ്ടല്ലേ ചക്കു? അവിടെ കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. അതാ നോക്കിയേ. ക്യാമറയിൽ കൂടെ എങ്ങനെ കാണുമെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ എന്ത് രസമാണ്. അടിപൊളി, നൈസ്. എന്റെ മോക്കാണെങ്കിൽ പിന്നെ എപ്പോഴും ഉറക്കമാണ്. എന്റെ മോക്ക് ഓൾവേസ് കിടക്കുന്നുണ്ട. VIP എന്റെ മക്കള്. നമ്മളിവിടെ അടുത്ത് കോഫി കുടിക്കാനായിട്ട് കയറിയത്. ഒരു രക്ഷയില്ല. ഇതില് റെഡ്. എൻ്റെ മോനെ, ഏറ്റവും താഴെ. സൂപ്പർ ക്ലൈമറ്റ്. ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ചക്ക എന്താ സാധനം? കുറച്ച് പേരുടെ ഇറങ്ങി നിൽപ്പുണ്ട്. എന്തിനാ? നമ്മുടെ ഫോട്ടോ എടുക്കാനല്ലേ? മിലു സെഞ്ചുറി. ചക്കു, ഇവിടുന്ന് പോവാൻ തോന്നില്ലല്ലേ? നമുക്ക് പോവാൻ തോന്നില്ലല്ലേ? എന്റെ പൊന്നോ, ഇമ്മാതിരി കിട്ടു ക്ലൈമറ്റ്. അമ്പോ സെറ്റപ്പ് ക്ലൈമറ്റ്.
ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഇങ്ങോട്ട് വന്ന മൊത്തം മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു മഴ കാരണം എല്ലാം പോകുന്നു. ആ അടിപൊളി മഴയും ഇല്ല, അടിപൊളി സൂപ്പർ ക്ലൈമറ്റ്. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. ഞാൻ കൊടൈക്കനാൽ ഇതിന് മുമ്പും പോയിട്ടുണ്ട് കുഞ്ഞിലേക്ക് ആയിട്ട്. പക്ഷെ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഫോഗ് കണ്ടിട്ടില്ല. ചക്കു പോയിട്ടുള്ളപ്പം ചക്കു ഇങ്ങനെ ഫോഗ് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല. ഫോഗ് വരും പോകും അങ്ങനെയായിരുന്നു എന്നാണ് ചക്കു പറഞ്ഞത്. എന്തായാലും ഇത് ഞങ്ങൾക്ക് 2 പേർക്കും മോളുമായിട്ട് ഒരു വല്ലാത്തൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഒന്നും കാണാൻ പറ്റുന്നില്ല. എൻ്റെ ഗ്ലാസ് എന്താ അതെ ചക്കു? വിസിബിലിറ്റി കുറഞ്ഞു വരാം. മോളിവിടെ നല്ല ഉറക്കം. ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും കൊടൈക്കനാൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു 18 കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മുടെ റിസോർട്ടിലേക്ക് പോകാനായിട്ട്. റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഫുള്ള് കോടയാണ്. നല്ല കോടയും വൈബും തണുപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ റിസോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ ഓഫ് റോഡാണ്. അത് അവരുടെ ജീപ്പിൽ തന്നെ നമ്മളെ കൊണ്ടുപോകും റിസോർട്ടിലേക്ക്. ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് റിസോർട്ടിൽ നിന്ന് ആൾ വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഉടനെ തന്നെ ജീപ്പ് വന്നു. ഞങ്ങൾ ലഗേജ് എല്ലാം ജീപ്പിൽ വെച്ച് നമ്മളിങ്ങനെ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓഫ് റോഡ് ജേണി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും ഇതിന് വോയിസ് ഓവർ ചെയ്യുമ്പോൾ നമ്മുടെ ജീപ്പിലിട്ട ആ പാട്ടും ആ ഒരു ഫീലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജി പോലെ വരികയാണ്. ആൻഡ് ഫൈനലി നമ്മൾ ഈറ റിസോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ കൂടെ കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മളെ കൊണ്ടുവന്നിട്ട്. അവർ ഭയങ്കര സ്ലോ ആയിട്ടാണ് ജീപ്പ് ഓടിച്ച് കൊണ്ടുവന്നത്. ഈ തണുപ്പത്ത് നല്ലൊരു ചൂട് ബ്ലാക്ക് ടീ ഒക്കെ ആയിട്ടാണ് അവർ നമ്മളെ വെൽക്കം ചെയ്തത്. ഇനി നമ്മൾ റൂമിലോട്ട് പോവാണ്. അതെ, കൊടൈക്കനാലിൽ ഫസ്റ്റ് ഇൻഫിനിറ്റി പൂൾ വരുന്നത് നമ്മൾ പോയി എറ റിസോർട്ടിലാണ് കേട്ടോ. സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രൈവസി ഉണ്ടായിരിക്കും. കുറച്ചുകൂടി നേച്ചറിൻ്റെ ബ്യൂട്ടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. എല്ലാ ഫെസിലിറ്റീസോട് കൂടിയ ഒരു ബ്യൂട്ടിഫുൾ റൂമായിരുന്നു കേട്ടോ. അതുപോലെ ഞാൻ ഈ റിസോർട്ടിൽ കണ്ടൊരു സ്പെഷ്യാലിറ്റിയാണ്, ഇവിടുത്തെ എല്ലാ റൂംസും ഒരു തീം ബേസ്ഡ് റൂംസ് ആയിരിക്കും. എ ഫ്രെയിം റൂം, സി ഫ്രെയിം റൂംസ് ഒക്കെ ഉണ്ട്. നമുക്കതിൽ സി ഫ്രെയിം റൂമാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ബാത്റൂമിൽ വാട്ടർ ഹീറ്റർ ഉണ്ടായിരുന്നു. സോ നമുക്ക് ഹോട്ട് വാട്ടർ എല്ലാ ടൈമും കിട്ടും. അതുപോലെ തന്നെ TV ഉണ്ടായിരുന്നു, AC ഉണ്ടായിരുന്നു, വൈഫൈ ഉണ്ടായിരുന്നു, ദെൻ ഇലക്ട്രിക് കെറ്റിൽ ഉണ്ടായിരുന്നു. സോ നമുക്ക് വെള്ളം ചൂടാക്കാനൊക്കെ എനിക്ക് ഈസി ആയിരുന്നു. മോളെ ഒരുക്കുന്നതിന്റെ ബഹളമാ. കരച്ചിലായിരുന്നു ഇത്രയും നേരം കുറച്ച്. ഇപ്പോഴും അങ്ങനെ നമ്മൾ റൂമിൽ കയറിയില്ലേ ചക്കു? നമ്മൾ റൂമിൽ വന്നു. സെറ്റപ്പ് ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സീരിയസ്ലി നമ്മള് വിചാരിച്ചതിലും അപ്പുറമായിരുന്നു. എല്ലാം കൊണ്ടും ഹാപ്പി ആയിരുന്നു നമ്മള്. ഇതെന്ന് പറയുന്നത് നമുക്ക് കയറി വന്നപ്പോൾ തന്നെ വ്യൂ പ്ലസ് ക്ലൈമറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ക്ലൈമറ്റും എല്ലാവർക്കും, ബാച്ചിലേഴ്സിന്, ഫാമിലി, എങ്ങനെയുള്ള ആൾക്കാർക്കായാലും അടിച്ച് പൊളിക്കാൻ പറ്റിയ സെറ്റപ്പ് ഏരിയ. സെറ്റപ്പ് ഏരിയ എന്ന് വെച്ചാൽ സെറ്റപ്പ് ഏരിയ. ഒറ്റ മൈൻഡിൽ വന്നാൽ മതി, അടിച്ച് പൊളിച്ചിട്ട് പോവാം. നല്ല പ്രൈവസി നല്ല പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശല്യവും ഇല്ല. ഇതുപോലെ ഓരോ കോട്ടേജ് ആയിട്ടാണ് ഓരോ ഫാമിലിക്ക് കൊടുക്കുക. നമുക്ക് കോട്ടേജ് കാണിച്ചു തരാമേ. ഓരോ കോട്ടേജ്, ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന ഒരു കോട്ടേജ്, ഇതിപ്പോ അതിന്റെ താഴെ ഉള്ളൊരെണ്ണം, പിന്നെ അങ്ങോട്ട് ഓരോന്ന് ഇങ്ങനെ അവിടെ അങ്ങനെ ഓരോന്ന് അവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ മേളില് ഒരു ഹെലികോപ്റ്റർ ഉണ്ട്.
ആ ഹെലികോപ്റ്റർ നമ്മൾ കാണിച്ചു തരാം. പിന്നെ അത് റിസപ്ഷനാണ്, മേളിൽ കാണുന്ന റിസപ്ഷനാണ്. പിന്നെ നമുക്കൊരു ഇൻഫിനിറ്റി പൂൾ വരുന്നുണ്ട്, അതെല്ലാം നമ്മൾ കാണിക്കും. എന്നിട്ട് ഞങ്ങൾ ഫ്രഷപ്പ് ആയിട്ട് ഇനി ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. ലഞ്ചിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ നമ്മളോട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫുഡ് കഴിക്കാൻ ടൈം ആകുമ്പോൾ അവർ നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും കേട്ടോ. ഫുഡ് ആയിട്ടുണ്ട് മാം വരുമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഫോണിൽ അവരെ കോൺടാക്ട് ചെയ്യും. ഇതാണ് റിസോർട്ടിൻ്റെ ഡൈനിങ് ഏരിയ. വെജ് ആൻഡ് നോൺ വെജ് ഫുഡ് അവൈലബിൾ ആണ്. നമ്മൾ നോൺ വെജ് ആണ് പ്രിഫർ ചെയ്തത്. ലഞ്ചിന് നമുക്ക് ഉണ്ടായിരുന്നത് വൈറ്റ് റൈസ് ആണ്, പിന്നെ രസം, സാമ്പാർ, ചിക്കൻ 65 ഉണ്ടായിരുന്നു, പിന്നെ ഒരു വെജ് കുറുമ, നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഇട്ടിട്ടുള്ള, പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വെജ് കുറുമയായിരുന്നു. ഫുഡിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, നല്ലൊരു ഹോംലി ഫുഡായിരുന്നു. ചിക്കൻ 65 ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്കും ചക്കുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫുഡെല്ലാം അവർ അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അവർ കുറച്ച് കേടും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഞാൻ വൈറ്റ് റൈസും കേടും ചേർത്തിട്ടാണ് കൊടുത്തത്. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് പോയി. ആക്ച്വലി നമുക്ക് റിസോർട്ട് ഫുള്ള് കാണാൻ തന്നെ ഒരു ദിവസം വേണ്ടി വരും. നമ്മൾ വന്ന ടൈമിൽ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫുള്ള് കോടയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം നോക്കി എന്ത് ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി ഇതാണ് എഴ റിസോർട്ടിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ എല്ലാ റൂംസും ഒരു തീം ബേസ്ഡ് ആണ്. ഇത് വന്നിട്ട് ഹെലികോപ്റ്റർ തീമാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ വ്യൂ കണ്ടില്ലേ, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ചക്കു അതാ ഹെലികോപ്റ്ററിൽ കയറാൻ പോവാ. അങ്ങനെ ഹെലികോപ്റ്ററിൽ കയറണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹവും സാധിച്ചു. എന്ത് ഭംഗിയായിട്ടാണ് അവരിതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് നോക്കിയേ. എനിക്കിതെല്ലാം ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. പുറത്തുനിന്ന് നോക്കിയപ്പോൾ നമ്മൾ ഒരിക്കലും ഇതൊന്നും എക്സ്പെക്ട് ചെയ്യില്ല. പക്ഷെ അകത്ത് ഇതുപോലെ ഒരു ബെഡ്റൂമും അതിനകത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമും ഒക്കെ ഉണ്ട്. ഡാഡയും മോളും പിന്നെ കുറച്ച് നേരം ഇതിനകത്ത് തന്നെയായിരുന്നു കേട്ടോ. ഡാഡ പെട്ടെന്ന് അങ്ങ് പൈലറ്റായി. അതുപോലെ ഇവിടുത്തെ എല്ലാ റൂംസിനും ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നോക്കുമ്പോൾ ഇതുപോലെ മൗണ്ടൻ വ്യൂ അല്ലെങ്കിൽ ഫോൾസ് വ്യൂ ആയിരിക്കും ഉണ്ടാവാം. പിന്നെ അവിടുന്ന് ഇതുപോലൊരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി കുറച്ചു നേരം ഇരുന്നു. നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് വന്ന് ഒരു ചൂട് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനൊക്കെ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ. ചാട് നടന്നു വാ നടന്നു വാ നടന്നു വാ എന്നാ നടന്നു വാ ഇനി വാടാ. മിലു മിലു നോക്കി റാബിറ്റ്. അയ്യോ അടിപൊളി കാണാൻ, നല്ല ഫർ അല്ലേ. പോർട്രേറ്റ് എടുക്കാം. ഹേയ് ഹലോ ഹലോ എനിക്ക് പേടി വന്നു. ഓ സോ സ്വീറ്റ്. വൈറ്റ് കൊണ്ട് അത് ക്യൂട്ട്. ചബ്ബി. മിലു മിലു നോക്കി റാബിറ്റ് റാബിറ്റ്. നോക്കട്ടെ അവന്റെ ഫേസ് നോക്കട്ടെ. ഡാ 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 ഡാ. ഇതാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. നമുക്ക് അവിടെ നിന്നാൽ പോരാനേ തോന്നില്ല. നമ്മൾ വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. സോ ചൊക്കെ പറഞ്ഞു നാളെ മോർണിംഗ് നമുക്ക് ഇറങ്ങി കുളിക്കാം എന്നൊക്കെ പറഞ്ഞു. മോള് കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ എന്തായാലും ചാൻസ് കുറവാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് അങ്ങോട്ട് എൻജോയ് ചെയ്തു. സൂപ്പർ വൈബായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ബാക്കിയുള്ള തീം ബേസ്ഡ് റൂംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കാണാനായിട്ട് പോയി. ഇത് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ 2-3 ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടെ ഓരോ റൂംസിനും അവർ ഓരോ നെയിമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനേ. ഈ കർട്ടൻസ് ഒക്കെ മാറ്റുമ്പോൾ ഫുള്ള് വ്യൂ ആണ്. പിന്നെ അവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് അവിടുത്തെ കുറച്ച് മൗണ്ടൻ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ജംഗിൾ ഇൻലേക്കാണ്. ഇത് ജംഗിൾ തീം ബേസ്ഡ് റൂമാണ്. ഇങ്ങനെ ജംഗിളിൻ്റെ തീം ഇഷ്ടമുള്ളവർക്ക്, അതുപോലെ കാട്ടിൽ കിടന്ന് ഉറങ്ങാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ കാണുമല്ലോ, അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട്
ഈ റൂം ചൂസ് ചെയ്യാൻ കേട്ടോ. അടിപൊളിയാണ്, ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു ഇതിനകത്ത് കയറിയപ്പോൾ. രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. നമ്മൾ പകലിലാണ് ഈ റൂമൊക്കെ കാണാനായിട്ട് വന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടിങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ നിന്ന് വന്ന് പറഞ്ഞത്, എന്നാൽ നമുക്ക് റിവർ സൈഡ് പോയാലോ. അങ്ങനെ നമ്മൾ അവരുടെ ജീപ്പിൽ റിവർ സൈഡ് പോവാണ് കാണാനായിട്ട്. കുറച്ച് ഓഫ് റോഡ് ജേണിയാണ്, അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ റിവർ സൈഡ് എത്തിയിട്ടുണ്ട്. ഇനി ഈ റിവറിൻ്റെ സെൻറ്ററിലൂടെ ഇവരുടെ ജീപ്പിൽ ഇങ്ങനെ റിവർ ക്രോസ് ചെയ്യും. ഞാൻ കുഞ്ഞുള്ളതാണ്, ഞാൻ കയറിയില്ല, പക്ഷെ ചക്കു കയറി. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണെന്നാണ് ചക്കു പറഞ്ഞത്. ചക്കു പേടി ഉണ്ടായിട്ടും പേടിയില്ലാത്ത പോലൊക്കെ ഇരിക്കുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻ കാണിച്ചു തരാം കേട്ടോ. ഈ വ്ലോഗ് കാണുമ്പോൾ എനിക്ക് എന്തായാലും വീട്ടിൽ നിന്ന് വഴക്ക് കേൾക്കും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അതാ അവിടെ നിൽക്കുന്ന ഒരു കാട്ടുപോത്ത്. ഞാൻ ആദ്യമായിട്ടാണ് കാട്ടുപോത്തിനെ കാണുന്നത്. തിരിച്ച് നമ്മൾ റിസോർട്ടിലെത്തിയപ്പോഴത്തേക്ക് കുറച്ച് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ഫോഗ് ഉണ്ടായിരുന്നു. ഇതാണ് റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ. ഉറക്കില്ലേ മിലു നിനക്ക്? വേഴാമ്പൽ മലമുഴക്കി വേഴാമ്പൽ. ഡിന്നർ ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടുവരാനായിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നല്ല തണുപ്പായതുകൊണ്ട് പിന്നെ മോളെയും കൊണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് പോകണ്ടെന്ന് കരുതി. അപ്പോൾ റൂമിൽ ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി മോളെ ഉറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് അതിരുന്ന് കഴിക്കാൻ. അപ്പോഴേക്കും അവിടെ ക്യാമ്പ് ഫയറും സെറ്റപ്പൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു അവർ. ഇവിടെ എല്ലാ റൂംസിലും പ്രൈവറ്റ് ക്യാമ്പ് ഫയർ ഉണ്ട് കേട്ടോ. അതിനായിട്ടൊരു സ്പെഷ്യൽ ഏരിയ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡാഡ മോളെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോൾ ഉറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് കുറച്ച് നേരം ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ അടുത്തിരിക്കണം. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാനുണ്ട്. താഴെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അതിൻ്റെ സൗണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാം കേട്ടോ. ക്യാമറയിൽ കിട്ടുമെന്നറിയില്ല, എന്നാൽ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. രാവിലെ നല്ല ഫോഗുള്ള സമയത്ത് നമുക്ക് അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്നോ ഒന്നും, ഒരു റിവർ ഉണ്ട് നടുക്കൂടെ, ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഫോഗ് പോയി, ചില സമയത്ത് ഫോഗ് ഇങ്ങനെ പോയപ്പോഴാണ് കണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടുന്ന്. നല്ല ഫോഗുള്ളപ്പോൾ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. സംസാരിക്കുമ്പോൾ വായിക്കൂടി ഇങ്ങനെ പുക പോയിണ്ട്. ചില ലൈറ്റിലെടുത്ത് കാണാൻ പറയാം അല്ലേ, ഇങ്ങനെ പോകുന്നേ എന്തോ ഇങ്ങനെ പോകുന്ന പോലെ തോന്നില്ലേ. മോളെ ഇറക്കിയാൽ ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കായിരുന്നു. ഡിന്നർ കൊണ്ടുവന്നിട്ടുണ്ട്. മോൾക്ക് ഞാൻ കുറുക്ക് കൊടുത്തു കേട്ടോ. മോൾക്ക് കുറുക്ക് കൊടുത്തു, അവളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഉറക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. എവിടെയോ പടക്കം പൊട്ടിക്കുന്നു, എന്താണ് വിശേഷം എന്നറിയില്ല. ഈ കോട്ടേജിൽ ആളുണ്ടെന്ന് തോന്നുന്നു. ലൈറ്റ് കിടക്കുന്നു. താഴെയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് തീ കായാം. എന്നൊരാശ്വാസം. നല്ല ആശ്വാസമാണ്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവർ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തന്നാണ് കേട്ടോ. എൻ്റെ സുഖം. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇവിടെ കുത്തി ഇരുന്നിട്ടാണ് തീ കായേണ്ടത്. എനിക്കിവിടെ ഒന്നും ഇരിക്കാൻ വയ്യ. ഇവിടെ നിന്ന് ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. ചിക്കൻ മോള് നല്ല ഉറക്കമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ശുശുശൂന്ന് വിസ്പർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതുമായിട്ട് അങ്ങ് നല്ല അഡാപ്റ്റഡായി. ഞാനും ചക്കും മോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കോൺവെർസേഷൻ ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ.
നമുക്ക് ഡിന്നറിന് തന്നിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും അതുപോലെ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ നൂഡിൽസും ആയിരുന്നു. പൊറോട്ട എന്ന് പറയുമ്പം അത് അടിപൊളി പൊറോട്ടയാണ്, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ചിക്കൻ കറിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു, അത് അതിൻ്റെ സ്പൈസസിൻ്റെ ആയിരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ചിക്കൻ നൂഡിൽസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയൊന്നും ക്വാണ്ടിറ്റി കഴിക്കില്ല, അപ്പോൾ ഞാൻ ഒരു പൊറോട്ട കഴിച്ചു, ടേസ്റ്റ് ആയതുകൊണ്ട് കഴിച്ചു. എന്നിട്ട് കുറച്ച് ചിക്കൻ നൂഡിൽസ് കഴിക്കാമെന്ന് പറഞ്ഞ് എടുത്തപ്പോൾ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാൾ കൂടിയാണ് ഇങ്ങനൊരു ചിക്കൻ നൂഡിൽസ് കഴിക്കുന്നത്, അത്രയും സൂപ്പറായിരുന്നു. രാവിലെ എണീറ്റു, ഫ്രഷപ്പായി, ഇന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ചെന്നു. ഇത് റാഗിയുടെ ഉപ്പുമാവാണ്. റാഗി ഉപ്പുമാവ് ഉണ്ടായിരുന്നു, പിന്നെ ഇഡ്ഡലി ഉണ്ടായിരുന്നു. ഇഡ്ഡലിക്ക് 2 ടൈപ്സ് ഓഫ് ചട്നി ഉണ്ടായിരുന്നു, ഒന്ന് ബീട്രൂട്ട് ചട്നി, പിന്നെ ഒന്ന് കോക്കനട്ട് ചട്നി, പിന്നെ ഇത് സാമ്പാർ. ഇഡ്ഡലിയാണ് ഞാൻ കുഞ്ഞിന് കൊടുത്തത്, മോൾക്ക് ഇഡ്ഡലി ഇപ്പോൾ കൊടുക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലിയും ദോശയും ഒക്കെ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി മാത്രമാണ് മോൾക്ക് പിച്ചി കൊടുത്തത്. ഫേവറേറ്റ് ഇഡ്ഡലി. അത് കഴിഞ്ഞ് നല്ല ചൂട് ഗീ റോസ്റ്റ് കൊണ്ടുവന്നു. അവർ നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എന്താണ് വേണ്ടേ, ഓംലെറ്റ് വേണോ. പിന്നെ ഓംലെറ്റ് വന്നു. എനിക്ക് നല്ല ഹെഡേക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല ചൂട് ചായ കൊണ്ട് തന്നു. അവരുടെ സർവീസ് എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. അവിടെയുള്ള എല്ലാവരുടെയും ബിഹേവിയർ ആയിക്കോട്ടെ, അവരുടെ സർവീസ് ആയിക്കോട്ടെ, A to Z ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചക്കു നേരെ പൂളിൽ കുളിക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ ഒട്ടും മനസ്സില്ല, അത് പറയാൻ പോലും പറ്റുന്നില്ല എനിക്ക്. സത്യം പറയാലോ, സത്യം പോകാൻ ഒട്ടും മനസ്സില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാര്, ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ ആ ഒരു വൈബ്, ആംബിയൻസ്, എല്ലാം മിസ് ചെയ്യും. സൂപ്പർ ആയിരുന്നു. ഒരു 2 ദിവസവും 3 ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാം. ഫാമിലിയും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ക്യാമ്പ് ഫെയറും നമ്മുടെ ഗ്രിൽഡ് ചിക്കനും ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബാച്ചിലേഴ്സ് അല്ല ഫാമിലി അല്ല ആര് വന്നാലും നമുക്കൊരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെ തോന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് റൂംസ് ഉണ്ട്, സ്പെഷ്യൽ ഡിസൈൻ റൂംസ് ഉണ്ട്, ഓഫ് റോഡ് റൈഡ് ഉണ്ട്. പിന്നെ നിയർ ബൈ ഒക്കെ ഇഷ്ടം പോലെ. നമുക്ക് അങ്ങനെ അധികം പോകാൻ പറ്റില്ല, ലിമിറ്റഡ് ആയി, കാരണം മോൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം അങ്ങോട്ട് പുറത്ത് പോകാൻ പറ്റില്ല. അകം മൊത്തം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഇവിടെയൊക്കെ. പക്ഷെ പുറത്ത് ഇതിനകത്ത് അടുത്തൊക്കെ ഇഷ്ടംപോലെ കാണാനുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയൊന്നും നമുക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്, രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതെ. ആ ഒരു വീഡിയോയും ആ ഒരു ക്ലൈമറ്റ്, അതായത് ഫോഗ് മിസ്റ്റ് വരുന്ന ക്ലൈമറ്റ്, പിന്നെ ഇപ്പോ ക്ലിയർ ആയിട്ടുള്ള നല്ല ക്ലിയർ ആണ് ഇപ്പൊ. നോക്കി താഴെ ഒരു വാട്ടർഫോൾ ഉണ്ട്, റിവർ ഉണ്ട്. സമയം ഉച്ചയ്ക്ക് 12 മണിയാണ്, നല്ല തണുപ്പുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ടൈമായി ഇപ്പം നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ആൾക്കാർ, പിന്നെ ഇവിടുത്തെ ഫുഡ്. കറക്റ്റ് ടൈമിൽ അവർ വിളിച്ച് നമ്മളെ മോർണിംഗിലായാലും പിന്നെ ലഞ്ച് ഡിന്നർ ആ ഒരു ഏത് ടൈമായാലും കറക്റ്റ് ടൈമിൽ വിളിച്ച് സാർ ഫുഡ് റെഡി ആയിട്ടുണ്ട് വരും. നമുക്ക് നമ്മൾ റൂമിൽ കൊണ്ടുവരണമെങ്കിൽ അവിടെയും കൊണ്ടുവരും. സോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. സോ അത് പിന്നെ അവരുടെ ബിഹേവിയർ അടിപൊളി. ആ ബിഹേവിയർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലയൻറ്റ് എന്ന രീതിയിൽ പക്കായിട്ട് അവർ റെസ്പെക്റ്റ് ചെയ്ത് നമ്മളെ ആവശ്യങ്ങളെല്ലാം നമുക്ക് എന്തുണ്ടെങ്കിലും വിളിച്ച് പറയാം അവരുടെ അടുത്ത്, അപ്പോൾ തന്നെ അവരുടെ എത്തിക്കുകയും ചെയ്യും. അത് ഭയങ്കര ഒരു ലക്കാണ്. നമ്മൾ മിക്ക റിസോർട്ടിൽ പോയിട്ടും ഇങ്ങനൊരു നല്ല ബിഹേവിയറൊക്കെ ഉള്ള, ഇത്രയും നല്ലൊരു ബിഹേവിയറൊക്കെ ഉള്ള ആൾക്കാരുള്ളത് ആദ്യമായിട്ടാണ്. കറക്റ്റ് ഒരു ഫ്രണ്ട്ലി മൈൻഡാണ് അവർക്ക് എല്ലാവർക്കും. അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലീൻനെസ്, ഇത് ന്യൂ ആണ്, ഫ്രഷ് ആണ്. നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസമേ ആയുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് എല്ലാ റൂമിലും ഞങ്ങൾ കയറി ചെക്ക് ചെയ്തു. നല്ല അടിപൊളി, എല്ലാ സെറ്റപ്പും അടിപൊളി. ഓക്കെ, എന്തോ മക്കളെ, എന്തു പിന്നെ മക്കൾ പറഞ്ഞു, എൻ്റെ പൊന്നു പറഞ്ഞു ഹായ് ടാറ്റാ ടാറ്റ പറ എൻ്റെ പൊന്നു. ഇവിടെ ഇനി നമ്മൾ ഫാമിലി ആയിട്ട് വരാൻ പോവാ.
അപ്പോൾ അതെന്തായാലും മസ്റ്റായിട്ട് വരണം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ വിഷമം കാണാൻ ഞാനും ചെക്കും പറഞ്ഞു ശരി നമുക്ക് ഇനിയും വരണം, ഇനി ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരണം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോണത്. പിന്നെ അല്ലാതെ വരുന്നവർക്കൊക്കെ അടിച്ച് ആർമാദിക്കാം കേട്ടോ, അവിടെ കിടന്ന് ആർമാദിക്കാം. സീരിയസ്ലി ഒരു പേടിയും വേണ്ട, അത്രയ്ക്ക് പ്രൈവസി ഉണ്ട്. ആർമാദിച്ച് അടിച്ച് പോയിട്ട് പോവാം. ഒരു 2 ദിവസമൊക്കെ വന്ന് നിൽക്കുന്നാണെങ്കിൽ ഉണ്ടല്ലോ ലൈഫിലെ ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, ബെസ്റ്റ് ഡേയ്സ് ആയിരിക്കും. അതെ. പിന്നെ നമുക്ക് അധികം പോകാൻ പറ്റിയിട്ടില്ല, മോളുണ്ടായിരുന്നു. പുറത്തങ്ങനെ അധികം പോകാൻ പറ്റില്ല, അകത്തൊക്കെ പോയി. പുറത്ത് ഒരു സ്ഥലത്തേ പോയുള്ളൂ. പിന്നെ ഇവരെന്നെ നമ്മളെ കൊണ്ടുപോട്ടെ ഇവരുടെ ജീപ്പിൽ. അങ്ങനെ നമ്മൾ ഏഴാർ റിസോർട്ടിനോട് ബൈ പറഞ്ഞിറങ്ങി തിരിച്ച് അവരുടെ ജീപ്പിൽ ഞങ്ങളെ കാറ് പാർക്ക് ചെയ്തിടത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നിങ്ങൾ കൊടൈക്കനാലിലേക്ക് പോവാണ്, ഒരു റിസോർട്ട് എടുക്കണം എന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഫസ്റ്റ് ചോയ്സ് ഷുഡ് ബി ഏഴാർ റിസോർട്ട്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ഗുണ കേവും സൂസൈഡ് പോയിന്റ് ഒക്കെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് മേടിക്കാന്ന് ഓർത്ത് ഇവിടെ ഒരു കടയിൽ കയറിയേക്കാണ്. കുതിരപ്പടി Chasing stars and holding you. I can't see the end, but we'll see it through. ഇതൊക്കെ ഇതെന്ത് ചോളം? എന്നാ ചോളം എന്നാ? സൂസൈഡ് പോയിന്റ് അടുത്ത് ഫുള്ള് കുരങ്ങന്മാരായിരുന്നു കേട്ടോ. അവന്മാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു. പിന്നെ കുറച്ച് ചിന്ന ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് മെക്ക അവിടെ നിന്ന് നമ്മൾ ഗുണ കേവിലേക്ക് എത്തി. ഗുണ കേവിൽ ആക്ച്വലി ഈ ക്യാമറയിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യുന്ന കണക്കല്ല, ഭയങ്കര ഫോഗായിരുന്നു, നമുക്ക് പരസ്പരം കാണാൻ പറ്റില്ല. പക്ഷെ ഞാനിപ്പോൾ വീഡിയോ നോക്കിയപ്പോൾ അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം മോൾ ഓക്കെ ആയിരുന്നു. പക്ഷേ തണുപ്പ് കൂടി വന്നപ്പോഴത്തേക്ക് അവൾ കുറച്ച് ഇറിറ്റബിളായി, കുറച്ച് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ വെക്കം തിരിച്ചു. ഇവിടം വരെ വന്നിട്ട് ദിണ്ടുകൽ ബിരിയാണി കഴിക്കാണ്ട് പോയാൽ എങ്ങനെയല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് ഉച്ചയായപ്പോൾ നല്ല വിശന്നു. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറി ദിണ്ടുകൽ ബിരിയാണിയും ചിക്കൻ 65 ഓർഡർ ചെയ്തു. അടിപൊളിയാണ്. മോളിപ്പോഴാണ് എണീറ്റത്. ഇത്രയും നേരം നല്ല ഉറക്കമായിരുന്നു. ഇപ്പം നമ്മളെവിടെ അയച്ചോക്കൂ? എവിടെയാണെന്നറിയില്ല, ഇപ്പോഴും തമിഴ്നാട് തന്നെ. ഗ്രൗണ്ടിലെത്തി ഇപ്പം നമ്മൾ. അവിടെ തണുപ്പൊക്കെ നല്ല കുറവുണ്ട്. എൻ്റെ ചെവിയൊക്കെ അടഞ്ഞിട്ട് എനിക്ക് ചെവിക്ക് ഭയങ്കര പെയിനായിരുന്നു. മോളെന്തായാലും ഉറങ്ങിയതുകൊണ്ട് കുഞ്ഞതൊന്നും അറിഞ്ഞില്ല. ഇപ്പം എണീറ്റ് ഞാൻ ഒരു ചൂട് ചായ കുടിക്കട്ടെ, ഹെഡേക്ക് ഒന്ന് മാറും. അങ്ങനെ കുറച്ച് ദൂരം പോയി ഒന്ന് ഫീഡ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ പൊന്നുറങ്ങി. ഇപ്പം നല്ല ഉറക്കമാണ്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഫുള്ളും ട്രാവലിംഗ് ആയിരിക്കും. വെളുപ്പിനേക്ക് ആകുമ്പോഴേക്കും വീടെത്തും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കൊടൈക്കനാൽ വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.